Hello everyone, welcome back. Today I am going to discuss the topic Advanced Validation Controls. In Advanced Validation Controls, we are discussing the two topics. Okay, first one is how to use the regular expression validator, and second one is how to use a custom validator. Okay, സോ റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്ററും കസ്റ്റം വാലിഡേറ്ററുമാണ് അഡ്വാൻസ്ഡ് വാലിഡേഷൻ കൺട്രോൾസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഈ ലെക്ചറിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്ററാണ്. സോ ഒരു റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്റർ പേരിൽ തന്നെയുണ്ട്, ഒരു റെഗുലർ എക്സ്പ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വാലിഡേറ്ററാണ്. ഓക്കെ, so this matches the input entered by the user with the pattern supplied by the validation expression property. സോ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത് ഷുഡ് മാച്ച് വിത്ത് വാട്ട് നമ്മൾ ആ വാലിഡേഷൻ എക്സ്പ്രഷൻ പ്രോപ്പർട്ടിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പാറ്റേണുമായിട്ട് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന പാറ്റേൺ മാച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വാലിഡേഷൻ ഫെയിലായി, ഇൻപുട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റർ ചെയ്ത ഡേറ്റ കറക്റ്റ് അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പം സപ്പോസ് നമ്മൾ കൊടുക്കുന്ന പിൻ കോഡിൻ്റെ നമ്പർ, ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ഇത്ര ഡിജിറ്റ് വേണം അല്ലെങ്കിൽ ഇത്ര നമ്പേഴ്സ് വേണം എന്നുള്ളത് ഡിഫോൾട്ടായിട്ടുണ്ട്. സോ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്റർ എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് ചെയ്യുന്നതിൽ ഇപ്പോൾ 5 ഡിജിറ്റ് വേണം, പക്ഷേ 4 ഡിജിറ്റ് യൂസർ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റെഗുലർ എക്സ്പ്രഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാലിഡേറ്റ് ചെയ്തിട്ട് എറർ ആണെങ്കിൽ അത് കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ പാറ്റേൺ ഓൾറെഡി നമ്മൾ ഇതിന് മാച്ച് ചെയ്യുന്ന പാറ്റേണായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് വാലിഡേഷൻ എക്സ്പ്രഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്ട്രിങ് യു സ്പെസിഫൈ ഫോർ ദ വാലിഡേഷൻ എക്സ്പ്രഷൻ പ്രോപ്പർട്ടി മസ്റ്റ് യൂസ് റെഗുലർ എക്സ്പ്രഷൻ നൊട്ടേഷൻ. ഈ വാലിഡേഷൻ എക്സ്പ്രഷൻ പ്രോപ്പർട്ടി എന്ത് യൂസ് ചെയ്തിരിക്കണം, റെഗുലർ എക്സ്പ്രഷൻ്റെ നൊട്ടേഷൻസ് യൂസ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഇതിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ASP.NET provides several standard regular expression that you can access using the regular expression editor. സോ ASP.NET ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് റെഗുലർ എക്സ്പ്രഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ റെഗുലർ എക്സ്പ്രഷൻ എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ടു ഡിസ്പ്ലേ ഇറ്റ്സ് ഡയലോഗ് ബോക്സ് ദ സെലക്ഷൻ വാലിഡേഷൻ കൺട്രോൾ ദ സെലക്ഷൻ വാലിഡേഷൻ എക്സ്പ്രഷൻ പ്രോപ്പർട്ടി ഇൻ ദ പ്രോപ്പർട്ടി വിൻഡോ ആൻഡ് ക്ലിക്ക് ഇറ്റ്സ് എലിപ്സ് ബട്ടൺ. സോ പ്രോപ്പർട്ടി വിൻഡോസിലൂടെ നമുക്ക് അതിൻ്റെ ഡയലോഗ് ബോക്സ്, വാലിഡേഷൻ കൺട്രോളിൻ്റെ സെലക്ഷൻ, അതിൻ്റെ പ്രോപ്പർട്ടി സെലക്ഷനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രോപ്പർട്ടി വിൻഡോ വഴി ആൻഡ് ക്ലിക്ക് ഇറ്റ്സ് എലിപ്സ് ബട്ടൺ, അതിൻ്റെ എലിപ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ആൻഡ് വി ക്യാൻ ഓൾസോ യൂസ് എ റെഗുലർ എക്സ്പ്രഷൻ എഡിറ്റർ ടു ക്രിയേറ്റ് എ കസ്റ്റം എക്സ്പീരിയൻസ് ദാറ്റ് ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ. ഓക്കെ, സോ നമുക്ക് ഈ റെഗുലർ എക്സ്പ്രഷനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് വാലിഡ് എക്സ്പ്രഷൻ ടെക്സ്റ്റ് ബോക്സിൽ എഡിറ്റ് ചെയ്യുക, നമ്മുടെ രീതിയിലുള്ള എക്സ്പ്രഷനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി, കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, this is an additional property of a regular expression validator, that is validation expression. So a string that specifies a regular expression and the regular expression defines a pattern that input data must match to be valid. ഇപ്പോൾ ഈ വാലിഡ് എക്സ്പ്രഷൻ എന്താണ്, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ വാലിഡ് ആണോ അല്ലയോ എന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ്. This is an additional property of a regular expression validator, that is validation expression. So a string that specifies a regular expression and the regular expression defines a pattern that input data must match to be valid. ഇപ്പോൾ ഈ വാലിഡ് എക്സ്പ്രഷൻ എന്താണ്, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ വാലിഡ് ആണോ അല്ലയോ എന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ദിസ് ഈസ് ദ റെഗുലർ എക്സ്പ്രഷൻ എഡിറ്റർ ഡയലോഗ് ബോക്സ്. സോ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന, ഫോൺ നമ്പർ ആവാം, സിപ്പ് കോഡ് ആവാം, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആവാം, പോസ്റ്റൽ കോഡ് ആവാം. ഓക്കെ, സോ ഇതെല്ലാം സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനാണ്.
അപ്പം ഇതിനെ നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്തുപയോഗിച്ച് വാലിഡ് എക്സ്പ്രഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഇതിനെ മാച്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ആ വാലിഡ് എക്സ്പ്രഷൻ പ്രോപ്പർട്ടിയാണ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് വാലിഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്നുണ്ടോ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാലിഡ് എക്സ്പ്രഷനുമായിട്ട് ഇത് ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ വാലിഡ് എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്ന എന്താണ്, റെഗുലർ എക്സ്പ്രഷൻ്റെ നൊട്ടേഷനാണ്. ഓക്കെ, സോ എന്നിട്ട് ഇത് മാച്ച് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് എറർ മെസ്സേജ് കാണിക്കും. സോ ആ റെഗുലർ എക്സ്പ്രഷൻ എഡിറ്ററാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനും വാലിഡേഷൻ എക്സ്പ്രഷനും. സോ ഇവിടെ റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്ററിൻ്റെ 2 കോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, 2 എക്സാമ്പിൾസ് ആണ്. ഒന്നെന്ന് പറയുന്നൊരു 5 ഡിജിറ്റ് നമ്പറിനെ വാലിഡേറ്റ് ചെയ്യുന്നതും ഒന്നൊരു US ഫോൺ നമ്പർ. അപ്പം ആ ഫോൺ നമ്പറിനാണെങ്കിൽ ഇത്ര ഡിജിറ്റ് ഉണ്ടാകണം എന്നൊരു സ്റ്റാൻഡേർഡ് ലിമിറ്റ് കാണും. ഓക്കെ, ഇപ്പം നമ്മുടെ ഫോൺ നമ്പറാണെങ്കിൽ നമുക്ക് ഇൻക്ലൂഡിങ് ടു 7 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 6 ഡിജിറ്റ്സ് ഉണ്ടാകണം എന്നുണ്ട്. അതുപോലെ തന്നെ US ഫോൺ നമ്പറിനൊരു ഫോമാറ്റ് കാണും, അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡും പിന്നെ മറ്റൊരു എക്സാമ്പിൾ ഒരു 5 ഡിജിറ്റ് നമ്പറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു കോഡും. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ ID ഒക്കെ കൊടുക്കുന്നു, അതിനുശേഷം റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്റർ ID യൂസ് ചെയ്യുന്നു. അവിടെ വാലിഡേഷൻ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുകയാണ് എന്ത്, D/D5. അപ്പോൾ 5 ഡിജിറ്റ് നമ്പറിന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷനാണ്, വാലിഡേഷൻ എക്സ്പ്രഷനാണത്. അപ്പം ഈ എക്സ്പ്രഷനുമായിട്ട് മാച്ച് ചെയ്താണ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എറർ മെസ്സേജ് എന്താ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ 5 ഡിജിറ്റ് നമ്പർ എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ റെഗുലർ എക്സ്പ്രഷനുമായിട്ട് വാലിഡേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് /D5. മറ്റൊന്ന് US ഫോൺ നമ്പർ. സോ US ഫോൺ നമ്പറിൽ നമുക്ക് കാണാവുന്ന സെയിം പ്രോസസ്സ് തന്നെ, ടെക്സ്റ്റ് ബോക്സ് ID ഒക്കെ കൊടുക്കുന്നു. വാലിഡേഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു ലെങ്തി എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളത് നെക്സ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഇവിടെ എറർ മെസ്സേജും വരുന്നു, വാലിഡേഷൻ അല്ലാന്നുണ്ടെങ്കിൽ, വാലിഡ് അല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റ് ബി എ വാലിഡ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് കാണിക്കുന്നു. സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ കോമൺ റെഗുലർ എക്സ്പ്രഷൻ എലമെൻറ്റ്സ്. സോ ഇത് നോക്കുമ്പോൾ നമുക്ക് ആ പ്രീവിയസ് കോഡിൽ കാണിച്ചിട്ടുള്ള വാലിഡേഷൻ എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലാവും. ഓർഡിനറി ക്യാരക്ടേഴ്സ്, ഓക്കെ, എലമെൻറ്റ് ഓർഡിനറി ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും മാച്ച് ചെയ്യും, ആൽഫബറ്റ്സ് എല്ലാം. ഇനി സ്ലാഷ് ആണെങ്കിൽ മാച്ച് ദ ക്യാരക്ടർ ദാറ്റ് ഫോളോസ്, ഈ സ്ലാഷിന് ഫോളോ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മാച്ച് ചെയ്യും. /D ആണെങ്കിൽ ഡെസിമൽ 0 to 9 വരെയുള്ള വാല്യൂവിനെ മാച്ച് ചെയ്യും. അതാണ് നമ്മളിവിടെ 5 ഡിജിറ്റ് നമ്പറിന് /D കൊടുത്തത്. ഓക്കെ, /D5 എന്ന് കൊടുത്ത്. ഇനി /D ആണെങ്കിൽ എന്താണ്, മാച്ചസ് എനി ക്യാരക്ടർ അതർ ദാൻ ഡെസിമൽ ഡിജിറ്റ് ഒഴിച്ചിട്ടുള്ള എല്ലാത്തിനെയും മാച്ച് ചെയ്യും. W ആണെങ്കിൽ A to Z, ക്യാപിറ്റൽ A to Z, 0 to 9 ഇത്രയും വേർഡ് ക്യാരക്ടറിനെ മാച്ച് ചെയ്യും. ഇനി എന്താണ്, ക്യാപിറ്റൽ W ആണെങ്കിൽ വേർഡ് ക്യാരക്ടർ ഒഴിച്ചുള്ള എല്ലാത്തിനെയും മാച്ച് ചെയ്യും. S ആണെങ്കിലോ മാച്ചസ് വിത്ത് വൈറ്റ് സ്പേസ് ക്യാരക്ടർ, സ്പേസ്, ടാബ്, ന്യൂ ലൈൻ, ഇതിനെല്ലാം ഇവാലുവേറ്റ് ചെയ്യാം. ഇനി ഈ വൈറ്റ് സ്പേസ് ക്യാരക്ടർ ഒഴിച്ചുള്ള എല്ലാത്തിനും ഇവാലുവേറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ S. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ പെക്യുലാരിറ്റി ഉണ്ട്. ഓക്കെ, സോ ABCD. അപ്പം ഇതെന്ന് പറയുമ്പോഴെന്താണ്, ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ബിറ്റ്വീൻ ദീസ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതിന് ഒരു റേസ് ദ പവറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി A to Z ആകുമ്പോൾ റേഞ്ചിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യിക്കുക. അങ്ങനെ ഓരോന്നിനും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ ഡെഫിനിഷൻസ് ഉണ്ട്. N ആണെങ്കിൽ N ഒക്കറൻസ്, എക്സാക്ട്ലി N ഒക്കറൻസ് ഓഫ് ദ പ്രിസീഡിങ് എലമെൻറ്റ്സ്, ആ ഇതിനെ ഇത്ര 2 times 3 times ഇത്ര എലമെൻറ്റ്സ് വന്നു എന്ന് ചെക്ക് ചെയ്യുന്നത്. പിന്നെ N, M ആകുമ്പം എന്നിൻ്റെ എമ്മിൻ്റെ ഒക്കറൻസ്. ഓക്കെ, സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, 0 or more ഒക്കറൻസ്. ക്വസ്റ്റ്യൻ മാർക്ക് ആകുമ്പം 0 or 1 ഒക്കറൻസ്. അങ്ങനെ ഓരോന്നിനെയും നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ എലമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ റെഗുലർ എക്സ്പ്രഷൻ. സോ ഇതാണ് നമ്മൾ ആ പ്രീവിയസ് കോഡിൽ ഞാൻ പറഞ്ഞ ഒരു സെക്ഷൻ കണ്ടപ്പോൾ നമ്മൾ താഴോട്ടുള്ള സെക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു. സോ ഒരു 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമ്മൾ /D കർലി ബ്രേസിൽ 3,
അപ്പോൾ എക്സാമ്പിൾ ഒരു 3 ഡിജിറ്റ് നമ്പർ കൊടുത്തേക്കുന്നു. ഇനി എന്താണ് 20 അറ്റ്ലീസ്റ്റ് 8ഉം മോർ ദാൻ 20 ആവാനും പാടില്ല. ഇതിനിടയിലുള്ളൊരു വേർഡിനെ ചെക്ക് ചെയ്യാനാണെങ്കിൽ /w 8,20. അതുപോലെ തന്നെ 2 ഡിജിറ്റ് നമ്പർ ഫോളോഡ് ബൈ എ ഹൈഫൺ ആൻഡ് എ 4 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പറും പിന്നെ ഒരു ഹൈഫണും ഒരു 4 ഡിജിറ്റ് നമ്പറും. ആ എക്സാമ്പിൾ നോക്കണം നിങ്ങൾ, അപ്പോഴാണ് എക്സ്പ്രഷൻ മനസ്സിലാവത്തുള്ളൂ. അപ്പം 10-3944 അതാണെങ്കിൽ D2 D4 സ്ലാഷിന് സപ്പോർട്ട് ചെയ്തിട്ട്. പിന്നെ എന്താണ് ഒരു 8 ഡിജിറ്റ് ലെറ്ററോ നമ്പറോ അതിൻ്റെ കൂടെ ഒരു 3 ഡിജിറ്റ് നമ്പറോ, ഇപ്പോൾ ഒരു എക്സ്റ്റൻഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് വേർഡ് 1 to 8, വേർഡ് 1 to 3 ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചോയ്സിനനുസരിച്ച് ഉള്ള റെഗുലർ എക്സ്പ്രഷൻ നമുക്ക് എന്തിൻ്റെ ബേസിസിൽ നിന്ന് എഴുതാൻ പറ്റും. നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന റെഗുലർ എക്സ്പ്രഷൻ എലമെൻസിനെ വെച്ചുകൊണ്ട് നമ്മുടെ എക്സാമ്പിളിനനുസരിച്ചുള്ള റെഗുലർ എക്സ്പ്രഷന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ എക്സ്പ്രഷൻ ആയിരിക്കും നമ്മൾ എന്തിൽ കൊടുക്കുന്നത്, വാലിഡേഷൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ വാലിഡേഷൻ എക്സ്പ്രഷൻ പ്രോപ്പർട്ടിയിൽ നമ്മൾ കൊടുത്ത് അതും ഇൻപുട്ട് ചെയ്യുന്ന എലമെൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ആ റെഗുലർ എക്സ്പ്രഷൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് എക്സാമ്പിൾ ഫോർ റെഗുലർ എക്സ്പ്രഷൻ. ഓക്കെ, റെഗുലർ എക്സ്പ്രഷൻ നമുക്ക് എപ്പോഴും വേണ്ടുന്നൊരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന കണ്ടൻറ്റ് എക്സാക്റ്റ് ആണോ, മാച്ചിങ് ആണോ, കറക്റ്റായിട്ടുള്ള വാല്യൂ ആയിട്ട് ആണോ അത് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. Assignment question: how to use the regular expression validator. Thank you. This is an additional property of a regular expression validator, that is validation expression. So a string that specifies a regular